വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 8ാം ക്ലാസ്സിലെ ദ ആൻഡ് ദ ക്രിക്കറ്റ് എന്ന പോയമാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചീവീട് എന്നാണ് അർത്ഥം. ഗ്രാസ് ഹോപ്പറിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ക്രിക്കറ്റ്. സദാ ചിലച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ഒരു ജീവിയാണ് ക്രിക്കറ്റ്. സൈലൻ്റ് വാലി നിശബ്ദമായിരിക്കാൻ കാരണം അവിടെ ക്രിക്കറ്റ് ഇല്ല, അല്ലെ ചീവീടില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പം മനസ്സിലായി കാണുമല്ലോ എന്താണ് ക്രിക്കറ്റ് എന്ന്. എ ഫേബിൾ ഈസ് എ സ്റ്റോറി ഓഫൺ വിത്ത് ആനിമൽസ് ആസ് ക്യാരക്ടേഴ്സ്. ഫേബിൾ എന്ന് പറയുന്നൊരു കഥയാണ്. അതിലെ ക്യാരക്ടേഴ്സൊക്കെ ആനിമൽസും മറ്റ് ജീവികളൊക്കെയാണ്. ദാറ്റ് കൺവേയ്സ് എ മോറൽ. അതൊരു ഗുണപാഠം നമുക്ക് പറഞ്ഞു തരുന്നു. അത് നമുക്കൊരു ഗുണപാഠം പറഞ്ഞു തരുന്നുണ്ട്. ദിസ് പോയം അബൌട്ട് ആൻ ആൻഡ് എ ക്രിക്കറ്റ്. ഈ പോയം ഒരു ഉറുമ്പിനെ പറ്റിയും ഒരു ചീവീടിനെ പറ്റിയുള്ളതാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഐഡിയ ഓഫ് ഫാർ റീച്ചിങ് സിഗ്നിഫിക്കൻസ്. ഇത് ദൂരവ്യാപകമായ പ്രാധാന്യമുള്ള ഒരു ആശയം പ്രകാശിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് കൺവേ ചെയ്യുന്നതാണ്. വിച്ച് ഈസ് ആസ് ട്രൂ ഓഫ് എ 4-legged ക്രിക്കറ്റ്. ഇത് 4 കാലുകളുള്ള ഈ ക്രിക്കറ്റിനും ബാധകമാണ്. വിച്ച് ഈസ് ആസ് ട്രൂ ഓഫ് എ 4-legged ക്രിക്കറ്റ്. ഇന്ന് 4 കാലുള്ള ഈ പറയുന്ന ചീവീടിനും ബാധകമാണ്. ആസ് ഓഫ് എ 2-legged one. അതുപോലെ 2 കാലുള്ള ചീവീടിനും അത് ബാധകമാണ്. ഷുവർലി യു ഹാവ് സീൻ എ ക്രിക്കറ്റ് ദാറ്റ് ഹാസ് 2 legs. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കും 2 കാലുള്ള ചീവീടുകളെ, അല്ലേ? എ സില്ലി യങ് ക്രിക്കറ്റ്. ഒരു വിഡ്ഢിയായ ചൈൽഡിഷായിരിക്കുന്ന യങ് ക്രിക്കറ്റ്, ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു ക്രിക്കറ്റ്. അക്കസ്റ്റം ടു സിങ്. പാടുന്ന ഒരു ശീലമാക്കി. അക്കസ്റ്റം ടു സിങ് മീൻസ് വാസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് സിംഗിങ്. പാടുന്നത് അവന് ശീലമാക്കിയെടുത്തു. ആരാണ്? ചെറുപ്പക്കാരനും മടയനുമായൊരു ചീവീട് വെറുതെ പാട്ടും പാടി നടക്കുന്ന ഒരു ശീലമാക്കി. എപ്പോഴാണ് പാടി നടക്കുന്നറിയാമോ? ത്രൂ ദ വാം സണ്ണി മന്ത്സ് ഓഫ് ഗ്രേ സമ്മർ ആൻഡ് സ്പ്രിങ്. ത്രൂ ദി വാം സണ്ണി മന്ത്സ് ഓഫ് ഗേ സമ്മർ ആൻഡ് സ്പ്രിങ്. ഗേ മീൻസ് ബ്രൈറ്റ്, ചിയർഫുൾ, കളർഫുൾ എന്നൊക്കെ പറയാം. വാം മീൻസ് ഊഷ്മളമായ, ചൂടുള്ള. സണ്ണി മീൻസ് ബ്രൈറ്റ്, തിളങ്ങുന്ന എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വേനൽക്കാലത്തെയും വസന്തത്തിൻ്റെയും ഊഷ്മളമായ കാലത്തിലാണ് പാട്ടുപാടി നടന്നത്. എപ്പോഴാണ് പാട്ടുപാടി നടന്നത്? ത്രൂ ദ വാം സണ്ണി മന്ത്സ് ഓഫ് ഗേ സമ്മർ ആൻഡ് സ്പ്രിങ്. വേനൽക്കാലത്തെയും വസന്തത്തിലെയും തെളിഞ്ഞതും ഊഷ്മളവുമായ കാലങ്ങളിലാണ് അവൻ പാടി നടന്നത്. അതായത് നല്ല കാലങ്ങളിൽ അവന് പാടി നടന്നു. ബിഗാൻ ടു കംപ്ലെയിൻ when he found that at home his cupboard was empty and the winter was come. Began to complain when he found that at home his cupboard was empty and the winter was come. Began to complain എന്ന് വെച്ചാൽ began to mourn. അവൻ പരാതി പറയാനും കരയാനൊക്കെ തുടങ്ങി. കബോർഡ് മീൻസ് ഫുഡ് കബോർഡാണ്. ആഹാരമൊക്കെ വെക്കുന്ന കബോർഡില്ലേ, അത് ആഹാരപദാർത്ഥങ്ങൾ വെക്കുന്ന കബോർഡ്. വിൻ്റർ മീൻസ് കോൾഡസ്റ്റ് സീസണാണ്, ഭയങ്കര തണുപ്പുള്ള സമയം. കോൾഡസ്റ്റ് സീസൺ ഓഫ് ദ ഇയർ ആണ് വിൻ്റർ. നമ്മൾ ശിശിരമെന്നും ഹേമന്തവും എന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്തെ ശിശിരകാലം വന്നപ്പോൾ തൻ്റെ വീട്ടിലെ അലമാരിയിൽ ഒരു ആഹാരപദാർത്ഥം പോലും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. He began to complain when he found that at home his cupboard was empty and winter was come. വേനൽക്കാലത്തെയും വസന്തത്തിൻ്റെയും തെളിഞ്ഞതും ഊഷ്മളവുമായ കാലങ്ങളിൽ ഒരു മഠയനും ചെറുപ്പക്കാരനുമായ ചീവീട് വെറുതെ പാടി നടക്കുന്നത് ശീലമാക്കി. ശിശിരകാലം, അതായത് ശീതകാലം വന്നപ്പോൾ തൻ്റെ വീട്ടിൽ ആഹാരപദാർത്ഥങ്ങളൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൻ പരാതി പറയാൻ തുടങ്ങി. He began to weep, he began to mourn. അവൻ കരയാനും പരാതി പറയാനും ഒക്കെ അങ്ങ് തുടങ്ങി. നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. നോട്ട് എ ക്രം ടു ബി ഫൗണ്ട്. ക്രംബ് മീൻ പീസ് ഓഫ് ഫുഡ്സ്. ഒരു കഷ്ണം റൊട്ടി പോലും കണ്ടില്ല, ഒരു കേക്കിൻ്റെ കഷ്ണം ഒന്നും കണ്ടില്ല.
ഒരു ചെറിയ കഷ്ണം ആഹാര ശകലം പോലും കണ്ടില്ല. അതാ നോട്ട് എ ക്രം ടു ബി ഫൗണ്ട്. ഓൺ ദ സ്നോ കവേർഡ് ഗ്രൗണ്ട്, എവിടെയാ? മഞ്ഞ് മൂടിയ നിലത്തെ. എല്ലായിടത്തും മഞ്ഞ് മൂടി കിടക്കുക, തണുപ്പുള്ള കാലമല്ലേ. അപ്പം അവിടെ ഒരിടത്തും ഒരു പീസ് ഫുഡ് പോലും കണ്ടില്ല. നോട്ട് എ ഫ്ലവർ കുഡ് ഹീ സീ, ഒരു പൂവ് പോലും എങ്ങും കാണാൻ കഴിഞ്ഞില്ല. നോട്ട് എ ലീഫ് ഓൺ എ ട്രീ, ഒരു മരത്തിലും ഒരില പോലും കാണുന്നില്ല. മഞ്ഞ് മൂടിയ നിലത്തെ ഒരു ചെറിയ കഷ്ണം ആഹാരശകലം പോലും കണ്ടില്ല. മരത്തിലൊരു പൂവ് പോലും കാണാൻ കഴിഞ്ഞില്ല. ഒരു ഇല പോലും മരത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ഓ വാട്ട് വിൽ ബിക്കം സെയ്സ് എ ക്രിക്കറ്റ് ഓഫ് മീ. ഓ വാട്ട് വിൽ ബിക്കം ഓഫ് മീ. ഇങ്ങനെയായാൽ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുമെന്ന. ഓ എനിക്ക് എന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ ആയിത്തീരുമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ബൈ ദ സ്റ്റാർവേഷൻ ആൻഡ് ദ ഫെമീൻ മെയ്ഡ് ബോൾഡ്. അവസാനം പട്ടിണിയൊക്കെ ആയപ്പോഴേ, സ്റ്റാർവേഷൻ പട്ടിണി, ആൻഡ് ഫെമീൻ ദാരിദ്ര്യം ഒക്കെ വന്നപ്പം ഇറ്റ് മെയ്ഡ് ഹിം ബോൾഡ്, അത് അവനെ ധൈര്യശാലിയാക്കി. കുറേ പട്ടിണിയൊക്കെ ആയപ്പോൾ അല്പം ധൈര്യം വന്നു. അവസാനം പട്ടിണിയും ദാരിദ്ര്യവും അവനെ ധൈര്യശാലിയാക്കി. ഓൾ ഡ്രിപ്പിംഗ് വിത്ത് വെറ്റ്, ആകെ നനഞ്ഞൊലിച്ച്. ആൻഡ് ഓൾ ട്രംബ്ലിംഗ് വിത്ത് കോൾഡ്, ഭയങ്കര തണുത്ത് വിറച്ച്, തണുപ്പ് കൊണ്ട് ആകെ വിറച്ചിട്ടേ. എവേ ഹീ സെറ്റ് ഓഫ് ടു എ മൈസർലി ആൻഡ്, അവൻ അകലെയുള്ള പിശുക്കൻ ഉറുമ്പിനെ കാണാൻ പോയി. അകലെ ഒരു പിശുക്കനായ ഉറുമ്പുണ്ട്, അവനെ കാണാൻ പോയി. ടു സീ ഇഫ് ടു കീപ് ഹിം എ ലൈവ് ഹി വുഡ് ഗ്രാൻഡ്. തന്നെ എന്തിനാ പോകുന്നത്? ടു സീ ഇഫ് ഹി വുഡ് ഗ്രാൻഡ് ടു കീപ് ഹിം എ ലൈവ്. തന്നെക്ക് ജീവിക്കാൻ എന്തെങ്കിലും തരും, ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ച് അവൻ പോയത്. അങ്ങനെ കിട്ടുമോയെന്നറിയാൻ അവൻ പോയത്. അവനെവിടെയാണ് പോയത്? പിശുക്കനായ ലുബ്ധനായ ഒരു ഉറുമ്പിൻ്റെ അടുക്കലേക്കാണ് പോയത്. കണ്ടില്ലേ? ടു സീ ഇഫ് ടു കീപ് ഹിം ലൈവ് ഹി വുഡ് ഗ്രാൻഡ്. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് പോയത് അല്ലേ? അപ്പോൾ അവൻ എന്ത് ചെയ്തു? എനിക്ക് എന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ ആയിത്തീരും എന്നെല്ലാം ആലോചിച്ചിരുന്ന് അവസാനം പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അവനെ ധൈര്യശാലിയാക്കി. ആകെ നനഞ്ഞൊലിച്ച് തണുത്ത് വിറച്ച് അവൻ പിശുക്കൻ ഉറുമ്പിനെ കാണാൻ പോയി. എന്തിനാ? തനിക്ക് ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും തരുമോ എന്നറിയാനാണ് പോയത്. അവന് കുറേ കാര്യങ്ങൾ വേണം. എന്തൊക്കെയായിരിക്കും? ടു ഗ്രാൻഡ് ഹിം ഷെൽട്ടർ ഫ്രം റെയിൻ, മഴയിൽ നിന്ന് കയറി നിൽക്കാനൊരു കൂര വേണം, ഒരു ഇരിക്കാനൊരു സ്ഥലം വേണം. മഴയിൽ നിന്ന് കയറി നിൽക്കാനായിട്ടൊരു ഷെൽട്ടർ വേണം, ഒരു അഭയസ്ഥാനം വേണം അല്ലേ? അത് ഒരു അത്യാവശ്യ കാര്യമാണ്. എ മൗത്ത് ഫുൾ ഓഫ് ഗ്രെയിൻ, ഒരു നേരത്തെ ഭക്ഷണം വേണം. ഹി വിഷ്ഡ് ഒൺലി ടു ബോറോ, എനിക്ക് വെറുതെ വേണ്ട, കടമായിട്ട് തന്നാൽ മതി. ഹി വിഷ്ഡ് ഒൺലി ടു ബോറോ, കടം വാങ്ങാൻ വേണ്ടി മാത്രമാണ് പോയത് കേട്ടോ. വെറുതെ വേണ്ട, കടമായിട്ട് മതി. ഹി വുഡ് റീപേ ടുമോറോ, കൊടുക്കാതിരിക്കില്ല, നാളെ കൊടുത്തേക്കാം. ഇഫ് നോട്ട് ഐ മസ്റ്റ് ഡൈ ഓഫ് സ്റ്റാർവേഷൻ ആൻഡ് സോറോ. അങ്ങനെ ഇല്ലെങ്കിലേ, കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പോയില്ല, തനിക്ക് ആഹാരവും കിട്ടുന്നില്ലെങ്കിലേ പട്ടിണിയും ദുഃഖവും കൊണ്ട് താൻ തീർച്ചയായിട്ടും മരിച്ചു. അവന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടിയത്? അവന് കുറേ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അവന് മഴയിൽ നിന്നൊരു അഭയസ്ഥാനം വേണം, ഒരു നേരത്തെ ഭക്ഷണം വേണം. വെറുതെ വേണ്ട, കടമായിട്ട് മതി എന്നാണ് പറയുന്നത്. നാളെ തിരികെ കൊടുക്കാം, അല്ല എങ്കിൽ പട്ടിണിയും ദുഃഖവും കൊണ്ട് താൻ മരിച്ചു പോകും എന്നാണ് ക്രിക്കറ്റ് പറയുന്നത്. സെയ്സ് ദി ആൻഡ് ടു ദ ക്രിക്കറ്റ്. ഉറുമ്പ് ഈ പറയുന്ന ചീവികളോട് പറഞ്ഞു, ഐ ആം യുവർ സെർവൻ്റ് ആൻഡ് ഫ്രണ്ട്സ്. ചീവികളോട് പറഞ്ഞ എന്താണ്? ഞാൻ നിൻ്റെ സേവകനും കൂട്ടുകാരനുമാണ്. ബട്ട് വി ആൻഡ്സ് നെവർ ബോറോ. പക്ഷേ ഞങ്ങളെ ഉറുമ്പുകളെ, ഞങ്ങൾ കടം വാങ്ങാറേ ഇല്ല, ഞങ്ങൾ കടം വാങ്ങാറില്ല. വി ആൻഡ്സ് നെവർ ലെൻഡ്. ഞങ്ങൾ ഉറുമ്പുകൾ കടം കൊടുക്കാറുമില്ല. അങ്ങനെ പറഞ്ഞത്. ഞങ്ങളോട് കടം വാങ്ങുകയില്ല, ഞങ്ങളോട് കൊടുക്കുകയില്ല. ബട്ട് ടെൽ മീ ഡിയർ ക്രിക്കറ്റ്. പക്ഷേ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ചീവിയുടെ, പക്ഷേ എന്നോടൊന്ന് പറയൂ പ്രിയ ചീവിയുടെ, ഡിഡ് യു ലേ നത്തിങ് ബൈ? നീ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? നീ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ?
വെൻ ദ വെദർ വാസ് വാം, കാലാവസ്ഥ വളരെ ഊഷ്മളമായിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ, അന്നേരം നീ ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. കോത്ത് ദ ക്രിക്കറ്റ്, കോത്ത് മീൻസ് പറഞ്ഞു, ക്രിക്കറ്റ് പറഞ്ഞു. നോട്ടായി, ഞാനൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ലെന്നാ, ഞാനങ്ങനെ ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? മൈ ഹാർട്ട് വാസ് സോ ലൈറ്റ്, മൈ ഹാർട്ട് വാസ് ലൈറ്റ്, എനിക്ക് ഹൃദയഭാരമേ ഇല്ലായിരുന്നു, വളരെ മെറിയായിരുന്നു, വളരെ ലൈറ്റായിരുന്നു. എൻ്റെ മനസ്സ് വളരെ ഭാരം കുറഞ്ഞതായിരുന്നു, മനസ്സിൽ ഭാരം തീരെയില്ലായിരുന്നു. ദാറ്റ് ഐ സാങ് ഡേ ആൻഡ് നൈറ്റ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രാവും പകലും അങ്ങനെ പാടി നടന്നു. അതുകൊണ്ട് ഞാൻ രാവും പകലും പാട്ട് പാടി. ഫോർ ഓൾ നേച്ചർ ലുക്ക് ഗേ, വെറുതെ അല്ല, പ്രകൃതിയൊക്കെ വളരെ മെറിയായിട്ട് തോന്നി. ഗേ മീൻസ് മെറി, കാരണം പ്രകൃതി വളരെ ആഹ്ലാദപരമായിരുന്നു. അതുകൊണ്ടാണ്. യു സാങ് സർ, യു സേ, നീ പാടിക്കൂ. സർ യു സേ, നിങ്ങൾ പാടി എന്നാണോ പറയുന്നത്? ഗോ ദൻ, എന്നാൽ പോകൂ. സൈ സാൻഡ്, ഉറുമ്പ് പറഞ്ഞു. ആൻഡ് ഡാൻസ് ദ വിൻ്റർ അവേ, ആൻഡ് ഡാൻസ് ദ വിൻ്റർ അവേ, എന്നിട്ട് നൃത്തം ചെയ്ത് ശിശിരകാലം അങ്ങ് തള്ളി നീക്കിക്കോളൂ എന്ന് പറഞ്ഞു. ദസ് എൻഡിങ് ഹി ഹേസ്റ്റ്ലി ലിഫ്റ്റഡ് ദ വിക്കറ്റ്, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വേഗം കഥ അങ്ങ് അടച്ചു. ഹേ ഹേസ്റ്റ്ലി മീൻസ് തിടുക്കത്തോടെ, ലിഫ്റ്റഡ് ദ വിക്കറ്റ്, കഥ അടച്ചു. ആൻഡ് ഔട്ട് ഓഫ് ദ ഡോർ ടേൺ ദ പുവർ ലിറ്റിൽ ക്രിക്കറ്റ്, ആ കൊച്ചു ക്രിക്കറ്റ് ഇപ്പോൾ കഥകിന് പുറത്തായി. ഔട്ട് ഓഫ് ദ ഡോർ ടേൺ ദ പുവർ ലിറ്റിൽ ക്രിക്കറ്റ്, ആ പാവം കൊച്ചു ക്രിക്കറ്റ് കഥകിന് പുറത്തായി. ഫോനെ പറഞ്ഞ് പുറത്ത് വിട്ടു. പിന്നെയോ, ഫോൾസ് കോൾ ദിസ് എ ഫേബിൾ, ആൾക്കാരിതിനെ ഫേബിൾ എന്നാ പറയുന്നത്. ഫേബിൾ എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടതാ അല്ലേ? ഫേബിൾ എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ മൃഗങ്ങളൊക്കെ ആയിരിക്കും. സാധാരണമായ രീതിയിലുള്ള സംസാരിക്കുന്നതൊക്കെ മൃഗങ്ങളാണ്, മനുഷ്യനെ പോലെ. അപ്പോൾ അങ്ങനെ ഉള്ള കഥകളെയാണ് ഫേബിൾസ് എന്ന് പറയുന്നത്. ഐ വിൽ വാരൻറ്റ് ഇറ്റ് ട്രൂ, ഞാനത് സത്യമാണെന്ന് പ്രതിജ്ഞ ചെയ്യാം. സം ക്രിക്കറ്റ്സ് ഹാവ് 4 legs, ചില ചീവികളിലൊക്കെ 4 കാലുണ്ട്. ആൻഡ് സം ഹാവ് 2, ചിലവയ്ക്ക് 2 കാലേ ഉള്ളൂ. ചിലവയ്ക്ക് 2 കാലേ ഉള്ളൂ. അഡാപ്റ്റഡ് ഫ്രം ഏസോപ്യൻ ഫേബിൾസ്, ഈസോപ്യൻ കഥകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന കഥ. കേട്ടോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.